ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് റീമി ട്രിപ്പ് ക്രിയേഷൻ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, 2026 എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഗൈസ്. ഇത് ഫസ്റ്റ് ബർത്ത്ഡേ അല്ല, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡേ ആണ്. കാരണം വേറൊന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരാൾക്കാരെങ്കിലും അവരുടെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലായിട്ട് ആ ബർത്ത്ഡേനാണ് എൻ്റെ. അപ്പോൾ ബർത്ത്ഡേയുടെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേയുടെ ദിവസത്തെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തിൻ്റെ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ ഡെക്കറേഷനിൽ എനിക്ക് മെയിനായിട്ടുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കുറച്ച് ബോ ഒട്ടിക്കണം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ. അപ്പോൾ ബോ ഒട്ടിക്കാൻ ഇടയിലാണ് നമുക്കൊന്ന് കടയിൽ പോയി വന്നാലും എന്നാലിച്ചിട്ട് ബലൂൺ മേടിക്കാൻ കടയിൽ പോയി മേടിച്ച് വന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഫോയിൽ ബലൂൺ എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഫോയിൽ ബലൂൺ അത് മേടിച്ച് കൊണ്ടുവന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബലൂൺ കുറച്ച് മേടിച്ചിട്ട് വന്നു. ആൻഡ് പച്ചയും വെള്ളയും മേടിച്ചാന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് പച്ചയും പിങ്കല്ലേ, വെള്ളയും പിങ്കും ആയിപ്പോയി. വേറെ നല്ല കളറ് കുറച്ച് മാറ്റിയെടുത്തു. അപ്പോൾ ഞാൻ ഈ ബോ കാര്യങ്ങളൊക്കെ വേഗം തന്നെ വേഗം അങ്ങോട്ട് ചെയ്തെടുത്തു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കും. അപ്പോൾ വേഗം അത് ചെയ്തെടുത്ത് തന്നെ. അപ്പോൾ പിന്നെ നമ്മൾ ടേബിളിൻ്റെ താഴത്ത് കുറേ സാധനം വെച്ചിട്ടുണ്ടായി. അതൊക്കെ എടുത്ത് ടേബിളിൻ്റെ മണ്ടേക്ക് വെച്ചാൽ അവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായി. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ വേഗം എടുത്ത് ക്ലീൻ ചെയ്യായിരുന്നു. കാരണം ഞാനിപ്പോൾ കരുതുന്നത് എൻ്റെ 6ാം ക്ലാസ്സിലെ പ്ലാനറ്റോറിയത്തിൻ്റെ സാധനം കേട്ടോ. പിന്നെ നമ്മളെ ഫ്രെയിം, ഇതെനിക്ക് സെൽഫ് ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള സാധനമാണ്. അതിപ്പോൾ ഇങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യാൻ പറ്റുമോ, കുറേ ആയിട്ടോ അങ്ങനെ ഈ ഒരു സാധനത്തിൽ എനിക്ക് സെൽഫ് ഗിഫ്റ്റ് ആയിട്ടെങ്കിലും കൊടുക്കണത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂം ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം ഗൈസ്. ഇതാണ് ഗൈസ് മമ്മു. ആൻഡ് ഇതൊന്നും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പകുതി ആയിട്ടുള്ളൂ. പിന്നെ പിന്നെ നമ്മുടെ ഫോയിൽ ബലൂൺ എന്നുണ്ട്. ഞാൻ പറഞ്ഞ ഫോയിൽ ബലൂൺ എന്നെ തുറക്കത്തിൽ വിചാരിച്ചത് ഡാമേജ് ആണെന്ന്, പക്ഷേ ഡാമേജ് അല്ലായിരുന്നു. ആൻഡ് വേഗം തന്നെ നമ്മളതിനൊന്ന് ഒന്ന് വീർപ്പിച്ചെടുത്തു. 2 എണ്ണത്തെ വീർപ്പിച്ചെടുത്തുള്ളൂ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ടേബിൾ നല്ല സുന്ദരനായിട്ട് ഇരിക്കേണ്ടായിട്ടോ, എന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ എൻ്റെ ബെഡ്റൂമൊക്കെ പോയി. ബെഡ്റൂമെന്ന് വെച്ചാൽ ദിവാങ്കോട്ടുമ്പോൾ ചെന്നിട്ട് അവിടെ സിറ്റിമത്തെ ഒരു കവർ എടുത്ത് ഇട്ടിട്ട് ഒരു തലങ്ങാണിയും അതേ ഇതുപോലത്തെ 2 ഷീറ്റ് ഇട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. അത് വെച്ച് ഞാൻ നേരെ അങ്ങോട്ട് തലങ്ങാണിയും ഇതാക്കിയിട്ടുണ്ടായി. പിന്നെ നമ്മളെന്താ പറയുക, പുതപ്പില്ലാത്തതുകൊണ്ട് പുതപ്പിന് വേണ്ടിയിട്ട് പുതപ്പ് എനിക്ക് റൂമിൽ തരാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ഫേവററ്റ് പുതപ്പ് ഞൊരൻ്റെ എടുത്ത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായി. അതെടുത്ത് ഞാൻ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ സോഫ്റ്റ് പുതപ്പാണ്. അപ്പോൾ അതിന് പഞ്ഞിക്കട്ട മാറി കിടക്കുന്നത്, അതൊക്കെ കിടന്നു. പക്ഷേ എൻ്റെ ആ ഒരു ഭാഗത്ത് എന്തോ ഒരു ബ്ലാങ്ക് മാതിരി തോന്നി. അത് നമ്മൾ ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ താഴെയിലൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേർഡിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, കാരണം എനിക്ക് അത്രയും ഗിഫ്റ്റും അതുപോലെ തന്നെ അത്ര ആൾക്കാർ, ഞാൻ ആകെ 2-3 പേരെ വിളിക്കാനുള്ള പ്ലാൻ ഉണ്ടായി. കാരണം എൻ്റെ ഫ്രണ്ട്സായ ഐഷ, നസ്രി, ലീബ, അഫ്ര, ഇവരെ മാത്രം എനിക്ക് വിളിക്കാൻ പ്ലാൻ ഉള്ളതെങ്കിൽ വന്നപ്പോൾ എല്ലാവരും കൂടി ഉണ്ട്. ആ വരവിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം ഗിഫ്റ്റും അതുപോലെ തന്നെ നല്ലതായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതുവരെ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് ഓർമ്മ വെച്ചൊരു കേക്ക് മുറിക്കുക, അതായത് നമ്മളെ ആഘോഷം. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ബെഡും എന്തൊരു കുഴപ്പം വന്നതുകൊണ്ട് ഞാൻ ഈ പാവിനെടുത്ത് വെച്ചപ്പോൾ ആ തലങ്ങാണിയുടെയും ആ ബെഡിനും എന്തൊരു കുഴപ്പം, അതെടുത്ത് മുകൾക്ക് വെച്ചു. അപ്പോൾ ആ ഡെക്കിനെ എടുത്ത് ഇപ്പുറത്ത് വെച്ചു. പിന്നെ എൻ്റെ റെഡ് പാവിനെ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെൽഫ്. ഇതെൻ്റെ ടേബിൾ മത്തയാണ്. ഇതാണ് ഗൈസ് 10 രൂപക്കെങ്ങാണ്ട് 20 രൂപക്കെങ്ങാണ്ട് കിട്ടുന്ന സാധനമൊന്നുമില്ല, അടിപൊളി 10 കാൻഡിൽ നല്ല രസമുണ്ട്. കേക്ക് വെക്കാനായിട്ട് കുറച്ച് സേഫ്റ്റിക്ക് താഴ്ത്തുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഫോം പ്ലേ, ഡബിൾ സൈഡ് ആപ്പിൾ പൈ, ബലൂണൊക്കെ ഉണ്ട്. ഈ ബലൂണൊന്നും നമ്മൾ വെച്ച് പോലും കേട്ടോ. അതൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് കളിച്ച് പൊട്ടിച്ചു. ഞാനും ബിയമും എന്ന് വെച്ചാൽ ഇത് രണ്ടാം തീയതിക്കലത്തെ വീഡിയോ ആണ്. അപ്പോൾ 4-ാം തീയതി അവളെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായില്ല ഇപ്പം. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടേലും ആ ബലൂണൊക്കെ എടുത്ത് സെറ്റായിട്ട് കളിച്ചു. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേഗം ചെയ്തിട്ടുണ്ടായി. വേറൊന്നുമല്ല, പിന്നെ ഈ ഡെസ്കൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. കാരണം നിങ്ങൾക്കറിയാമല്ലോ എന്താണെങ്കിലും പിന്നെ ഇതാവുമെന്ന്, അതുകൊണ്ട് തന്നെ വേഗം ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കിടക്കാനുള്ള സമയമായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അധികം ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ മാങ്ങ ഇതായിട്ട് നല്ലൊരു കട്ടി കുറഞ്ഞ മമ്മൂനെ കൊണ്ട് അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം കുറച്ച് അരിയുടെ എനിക്കറിയാൻ പാടില്ലടാ. അപ്പോൾ അവനെ അരിഞ്ഞ സമയത്ത് ഞാനിന്ന് ഉപ്പുമുളക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ ഭയങ്കര ഉപ്പുമുളക് ഫാനാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഉപ്പുമുളക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നോട് വിസിറ്റൊക്കെ ചോദിച്ചിട്ടാണ് നിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എവിടെ. ഞാൻ പറയണേ ബർത്ത്ഡേ വ്ളോഗ് ഇടാനായിട്ടുള്ള സമയവും ഇല്ല, ആൻഡ് എഡിറ്റ് ചെയ്യാൻ പറ്റണമില്ല. ആൻഡ് വേറൊന്നുമില്ല, ഈ എഡിറ്റിങ് പ്രശ്നമാണ്. ശരിക്കും പറയും ഈ ഒരു വോയിസ് ഓവർ എന്നെ 10 പ്രാവശ്യമായിട്ട് എടുക്കണതാണ്. കാരണം സൗണ്ട് ഇങ്ങനെ എടുത്തിട്ട് സൗണ്ടും പോണ്, ആൻഡ് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവണില്ല, എനിക്ക് അങ്ങോട്ട് സൂം കിട്ടുന്നുണ്ടായില്ല.
പിന്നെ വേഗം ഞാനിത് എന്താണ് കുറേ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അതിന് തന്നെ സോറി പറയുന്നതാണ്. പിന്നെ ഈ ഒരു എന്താണ് കിടപ്പൊക്കെ എൻ്റെ റൂമിൽ തന്നെയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ ചെറിയൊരു പേടിയുണ്ടെങ്കിലും ഞാൻ എൻ്റെ റൂമിൽ തന്നെ വന്നിരുന്ന് കിടന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ അമ്മ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തെ റൂമിൽ അപ്പച്ചിയും കിടക്കുന്നുണ്ട്. അന്ന് ഇത്താത്തില്ല കേട്ടോ. പിറ്റേ ദിവസമാണ് ഇത്താത്ത വന്നത്. ഞാൻ എൻ്റെ റൂം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. ക്ലീനൊക്കെ ആക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ റൂം. ആൻഡ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിടക്കാനിരുന്നപ്പോൾ എനിക്ക് ഒട്ടും ഉറക്കം വന്നിട്ടുണ്ടായില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഗായ്സ് നമ്മളെ ഡേറ്റ് വന്നു. വേറൊന്നുമല്ല, നമ്മൾ 3-ാം തീയതി ഡേറ്റ് രാവിലെ 6 മണിക്ക് എണീച്ച്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ വേഗം തന്നെ കുളിച്ചു. അല്ലെങ്കിൽ ഞാൻ കുളിക്കാണ്ട് മടിഞ്ഞിരിക്കും. ബർത്ത്ഡേ ആണ്, രാവിലെ തന്നെ കുളിച്ചു. പിന്നെ മദ്രസൊക്കെ വിട്ട് വന്നപ്പോൾ ബർത്ത്ഡേ വിഷിൻ്റെ പൂരമായിരുന്നു. എന്തോ ബർത്ത്ഡേ വിഷായിരുന്നു. എന്നാൽ എൻ്റെ ബർത്ത്ഡേ വിഷൊക്കെ കണ്ടിരുന്നപ്പോഴും മമ്മു എണീറ്റ് വന്നു. തന്നെ മമ്മു എണീറ്റ് കുറച്ചൊരു ഉപ്പുമുളകും പിന്നെയും കണ്ടുകൊണ്ടിരുന്നു. ഉപ്പുമുളകും ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഞാൻ ഭയങ്കര ഫാനാണ് ഉപ്പുമുളകുടെ. പിന്നെ ഇത് ഏത് എപ്പിസോഡാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. ഞാൻ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ എന്താ, ഞാൻ ഞങ്ങളുടെ എന്താ പറയുക, അലമാരി ഷെൽഫ് എന്നൊക്കെ പറയാം, നമ്മൾ ഷോക്കേസില്ലേ അതൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മൾ അയ്മക്കുട്ടൻ്റെ വീട്ടിൽ പോയി, മൂത്തിൻ്റെ അടുക്ക് പോയി. അയ്മക്കുട്ടനെ വിചാരിക്കുന്നത് ഈ പെണ്ണുപിള്ള എന്താണ് കാട്ടണം, അങ്ങനത്തെ എക്സ്പ്രഷനിലാണ് അവനിരിക്കുന്നത്. പിന്നെ മൂത്തൂനെയും കുഞ്ഞുവിനെയും ആമിനെയും പാത്തൂനൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ ആമിന് ഇത്തിരി മഞ്ച് വന്നിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഐഷ താത്ത എന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് അവളെന്നെ വിട്ടത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഗൈസ് കൂടെ മമ്മ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ഡേറ്റ് എത്തിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഓർഡർ കൊടുത്തപ്പോൾ ഇതാണ് ശരിക്കും ആദ്യം കൊടുത്ത ഡിസൈൻ. ബട്ട് അവർക്ക് ഗണാഷ് കഴിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുമെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡായിട്ടുള്ള നമ്മൾ പിന്നെ കണ്ടില്ല ബ്രൗൺ തീമായിട്ടുള്ളൊരു കേക്ക്, അങ്ങനത്തെ തീമാണ് കൊടുത്തേക്ക്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കേക്ക്. സോ നല്ല രസമുണ്ടായി കാണാൻ. ആൻഡ് പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമൊന്നും ഞാൻ അടുത്തിൽ വെച്ചിട്ടുണ്ടായില്ല. പിന്നെ എറാനൊക്കെ ഒന്ന് എറാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. പിന്നെ വേറെ കാര്യം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായി, മരുന്നും അതുപോലെ തന്നെ ഹെൽമെറ്റും അതുപോലെ തന്നെ കുറേ കുപ്പി എല്ലാം അടിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായി. ക്ലീൻ ചെയ്യാൻ എനിക്ക് വലിയ മടിയാണ്. പക്ഷെ വീട്ടിലുള്ള ഉമ്മച്ചിക്കും താത്താക്കും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഭയങ്കര സുഖമാണ് അവർക്ക് ചെയ്യാൻ തന്നെ. എനിക്ക് വലിയ മടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെരുപ്പൊക്കെ കുഴിച്ചിട്ട് ഫുഡ് കഴിച്ച് വെറുതെ ഇരുന്ന് മമ്മ ഇരുന്ന് തോണ്ടി കളിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ തിന്ന നേരത്തെ കിട്ടിയ മനസ്സിലായി അത് ഞങ്ങൾ ഇരുന്ന് തിന്നിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇരുന്ന് തിന്നെ. പിന്നെ ടേബിളിൽ 2-3 സാധനങ്ങളൊന്നും കൂടി ഇരിക്കേണ്ടത്, അത് കൂടി ഒന്നുകൂടി മാറ്റണം. ആൻഡ് ഞങ്ങൾ രണ്ടിരുന്ന് കഴിച്ചു. അപ്പോഴാണ് അവനൊരു ജീൻസ് ഉമ്മ ഈ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ തീ മാതിരിയൊക്കെ വരച്ചേക്കണുള്ളത്. അത് അവന് വരയ്ക്കണം, അവൻ്റെ ജീൻസ് ഉമ്മ. അപ്പോൾ ശരിക്കും ആകുമ്പോൾ ബാഗിയാണ് ശരിക്കും ഒരു ജീൻസ്. അത് ഇട്ട് കഴിയുമ്പോൾ ശരിക്കും എനിക്ക് തീ ഒന്നും കാണില്ല. പക്ഷെ അവന് വരയ്ക്കണമെന്നൊരു ചെറിയൊരു ആഗ്രഹം. അവനിങ്ങനത്തെ കുഞ്ഞു ആഗ്രഹങ്ങളെ പറഞ്ഞു തരും. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ അവൻ സാധിച്ചു തരും കേട്ടോ. അവൻ അങ്ങനെയാണ്, പാവം കേട്ടോ. അതുകൊണ്ട് അവന് അങ്ങനെ ഞാൻ ജസ്റ്റ് വരച്ചിട്ട് ഉള്ളിൽ കളർ എടുക്കാൻ വേണ്ടി അവനെ പിടിച്ച് അവിടെ നിർത്തി. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ കളർ അടിക്കാനുള്ള പരിപാടി നോക്കി. ഞാനിങ്ങനെ ഫോണിൽ തോണ്ടിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം എനിക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ചായിട്ട് ഫോൺ കളി കുറയ്ക്കണം എന്നുള്ളതുണ്ട്. കാരണം അത്യാവശ്യം ഞാൻ ഫോണിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഫോണിൽ കളിക്കുന്നത് കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫോണിൽ കളിക്കുന്ന ഒരു വ്ളോഗൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് 2-3 ഭാഗം. അപ്പോൾ ഇവനിങ്ങനെ അവിടെ വെക്കണോ ഇവിടെ വെക്കണോ ബാക്കി വെക്കണോ ഫ്രണ്ടിൽ വെക്കണോ സൈഡിൽ വെക്കണോ എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ടീച്ചറാണ് ഈ ഒരു കാര്യത്തിൽ, ഈ ക്രാഫ്റ്റിൻ്റെ ഇതിൽ. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷിക്കാണ്ട് എനിക്ക് ഗിഫ്റ്റ് വന്നു. നമ്മളെ മിസ്സിരി എൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായില്ല, അവൾ ട്രിപ്പിന് പോയി കഴിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് അവരുടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാത്ത ആൾക്കാർ നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുതരില്ല. അതുപോലെ തന്നെ മിസ്സിരിയുടെ ആരോ വന്ന് കൊടുത്തതാണ്. അപ്പോൾ 3 സ്ക്രഞ്ചീസും അതുപോലെ തന്നെ നമ്മൾ മിന്നുമ്മാൻ്റെ മാതിരി ഇങ്ങനെ കിടന്ന പാണ്ടയും പിന്നെ ഈ റബ്ബറാണെന്ന് തോന്നുന്നു കേട്ടോ, അങ്ങനത്തെ സാധനം. പിന്നെ ഒരു നോട്ട് പാഡ്. അതായത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാതെ വിചാരിച്ചായിരുന്നു. ബട്ട് ലോങ് വീഡിയോ ആയി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ കാട്ടാതിരുന്നത് കേട്ടോ. പിന്നെ എന്താ കുറച്ച് ഇങ്ങനെ പഫ്രയും അസ്ലവും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചായി ഞാൻ യൂണ് കളിച്ചു. യൂണ് ഞാൻ മെയിനാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരായിട്ട് കളിക്കാൻ ഞാൻ എന്തായാലും ചോദിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പൈസ നസറി ലേബിയും നമ്മൾ ആമിനെയും അയംകുട്ടനെയും ഒക്കെ ഉണ്ട്. അയംകുട്ടനെ ഇങ്ങനെ ഇവർ എന്തായാലും കാണണം അങ്ങനെയുള്ള എക്സ്പ്രഷൻ നോക്കിയിരിക്കുന്നത്. പിന്നെ അപ്പുറം മുഖം കാണിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതൊക്കെ നടന്നില്ല. പിന്നെ ഡെക്കറേഷൻ കണ്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് കണ്ടോ ഒപ്പനയും കുറച്ചൊക്കെ വരുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേക്ക്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കേക്കാണ്, അത് കുഞ്ഞാൻ വന്നിട്ടോ. പിന്നെ എന്താണ്ടാ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടായി. നമുക്ക് അഫ്ര 3 ടൈപ്പ് ഓഫ് ജേർണലിൻ്റെ ബ്ലൈൻഡ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായി എനിക്ക് ഗിഫ്റ്റായിട്ട്. പിന്നെ ലിപ് കൊണ്ടുവന്നിട്ടുണ്ടായി, പിന്നെ എസ്എൻഎസ് കൊണ്ടുവന്നിട്ടുണ്ടായി, പിന്നെ മമ്മു വന്നിട്ടുണ്ടായി, ഐസപ്പെണ്ണ് വന്നിട്ടുണ്ടായി. അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ടായി. നല്ല സന്തോഷമായി എനിക്ക് ആ സമയത്തൊക്കെ, എന്ത് പറയണമെന്നല്ല. പിന്നെ മിച്ചം കൊണ്ടുണ്ടായി. അപ്പോഴാണ് ബ്ലൈൻഡ് ബാഗിൽ കുറേ സാധനങ്ങളുണ്ടായി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയറും ആയി, പുതിയ വർഷവും തുടങ്ങി, അതുമായി ഇതുമായി. എൻ്റെ ബർത്ത്ഡേയും കഴിഞ്ഞ് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായി. മൊത്തത്തിലൊന്ന് അൺബോക്സ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അഫ്രയുടെ ഓരോ സാധനം പൊട്ടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായിരിക്കും അടുത്തതിൽ, എന്തായിരിക്കും ഇതിൽ, അങ്ങനെ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജേർണൽ ചെയ്തിട്ടുണ്ടായി. 2 ജേർണൽ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ചെയ്തിട്ടുണ്ടായി. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഇടയിലേക്ക് ഞാൻ 2 ജേർണലാണ് ഈ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് 2 3 ചെയ്തിരുന്നു അവളെ സാധനങ്ങളൊക്കെ തന്നപ്പോൾ. ഭയങ്കര രസമുണ്ട്. പിന്നെ ആരത്തെ കൂടുതലായതുകൊണ്ട് ഒറ്റ കീറി പറിച്ചോട്ടോ വെച്ചത്. എന്ത് ചെയ്യാൻ പറ്റോട്ടോ, ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു മണ്ണിട്ട് നിൽക്കില്ല. അത് ആമയാണ്. ആമയുടെ മുഖം നിങ്ങൾ ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കാണിച്ചൊക്കെ തരാം. പിന്നെ ഇത് 2026 എന്നുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിലെന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഗിഫ്റ്റ് അഫ്ര എനിക്ക് തന്നിട്ടുണ്ടായി. അഫ്രയുടെ സത്യം പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾ മെയിനായിട്ട് എന്താണ് ഡയറി ജേർണൽ ചെയ്യാൻ പറ്റിയ ഡയറിയും എൻ്റെ ഹെയർ ബാൻഡും ഉണ്ടായി. പിന്നെ PMൻ്റെയിലും സ്ലെഞ്ചി, കമ്മൽ, മാല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലും നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു. പെയിൻ്റ് ഉണ്ടായി. പിന്നെ മമ്മൂൻ്റെ വെച്ചാൽ ലാമ്പ് ഉണ്ടായി, ക്യാൻഡിൽ ഉണ്ടായി. പിന്നെ ഫോൺസിൽ അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. കണ്ടോ, ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഇതിലെന്തായിരിക്കും. പക്ഷേ ഇവളിങ്ങനെ പറയുന്നത് നമ്പർ അനുസരിച്ച് പൊട്ടിക്കട്ടോ, അങ്ങനെ നമ്പർ അനുസരിച്ച് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. 11 കഴിയുമ്പോൾ 12. അപ്പോൾ ഞാൻ ഈ എക്സൈറ്റ്മെൻറ്റിനോട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണം. ആ റൈറ്റിങ്സ് വന്നില്ലേ, അതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അതിൽ പച്ച ഉണ്ടായി, അതുപോലെ തന്നെ ഈ ഒരു പിങ്കും ഉണ്ടായി, പർപ്പിളും ഉണ്ടായി. കണ്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ടോട്ടൽ ഇത്രയും ഗിഫ്റ്റാണ് എനിക്ക് ടോട്ടൽ കിട്ടിയത്. കാണുമ്പോൾ തന്നെ അടിപൊളി. വാഷി ടാപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ കുറേ കമ്മൽ, ലേറ്റ്സ്, കാൻഡിൽ വലുതും ചെറുതും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്, റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടാണ് ഇത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആയതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബർത്ത്ഡേ ആയതും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുള്ളാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തരുന്നതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ ഇരിക്കുക. നിങ്ങളുടെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.